ടാക്സി. എക്സ്ക്യൂസ് മീ, കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. അതെ സർ. എന്നാൽ ഞാനൊരു ഭയങ്കര രഹസ്യം പറയട്ടെ. ഞാനും ഒരു മലയാളിയാ. ഞാനൊരു മലയാളി പോലീസ് ഓഫീസറാണ്. ഓ, ഡ്രസ് കണ്ടിട്ടായിരിക്കും നോക്കുന്നത്. കള്ളക്കടത്തുകാരനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇട്ടിരിക്കുന്നതാ. അങ്ങനെ ഏതെങ്കിലും സ്മഗ്ലേഴ്സ് എന്റെ അടുത്ത് കമ്പനി അടിക്കാൻ വരുമ്പോ എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ടാക്സിക്കാർക്കും റിക്ഷക്കാർക്കും ഓട്ടോക്കാർക്കും ഒക്കെ കുറ്റാന്വേഷണത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിക്കാൻ പറ്റും. ഈ മദ്രാസിൽ എനിക്ക് വേണ്ടി സ്വല്പം ചാരപ്പണി നടത്താൻ സമ്മതമാണോ? സർ, ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. മദ്രാസിൽ വന്നാലുടൻ തമിഴ്നാട് പോലീസ് അതോറിറ്റീസുമായി ബന്ധപ്പെടണമെന്നാ നിയമം. ഒരു മിനിറ്റ്, എന്റെ ഈ പെട്ടിയും ബാഗും നോക്കണേ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് പോരാ. ഓക്കെ? എക്സ്ക്യൂസ് മീ, ഐ എം എ പോലീസ് ഓഫീസർ. എനിക്കൊരു അർജന്റ് ഫോൺ കോൾ ചെയ്യണം. ഇങ്ങ ക്യൂ സിസ്റ്റം. ഈ ക്യൂ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതന്നെ പോലീസുകാരാ. ഞങ്ങൾക്ക് എന്തോന്ന് ക്യൂ? അതൊക്കെ നീ പാലിച്ചാ മതി. എനിക്കത് പ്രശ്നമല്ല. നീ പേഴ്സണല്ല, ഞാൻ ഓഫീഷ്യലാ. சரியா இருக்கு. സ്റ്റാറില്ലല്ലോ, സാധാ പോലീസ് ആണല്ലേ. ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ വിൻസെന്റ് ഡിസൂസ ഫ്രം കേരള. സർക്കിൾ ഇൻസ്പെക്ടറാ നീയാ? ഒന്നെ പാത്താ പോലീസ് മാതിരി തിരികെയേ, തിരിടം മാതിരി இருக்கா? திருட்டு பையல നട പറഞ്ഞാലുണ്ടല്ലോ. എങ്ങനാ ഒന്ന് ഐഡന്റിറ്റി കാർഡ്? ഐഡന്റിറ്റി കാർഡ് ഇന്ന് നിന്നെ കൊണ്ട് സല്യൂട്ട് അടുപ്പിച്ചിട്ട് ബാക്കി കാര്യം. അത് കാറിനകത്ത് പെട്ടിക്കകത്തായി പോയി. അയ്യോ, ആ ടാക്സി എവിടെ? അതിനകത്തായിരുന്നു എന്റെ പെട്ടിയും ബാഗും കൊണ്ടായിരുന്നത്. മദ്രാസിൽ മോഷണം ഉണ്ടല്ലേ? നിങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ പെട്ടിയും ബാഗും മോഷണം പോയി മിസ്റ്റർ. அப்படியே அந்த கார் நம்பர் உனக்கு தெரியும்? കാർ നമ്പർ ഞാൻ ഒരു രസം പറയട്ടെ. ആക്ച്വലി ഞാൻ ഒരു ജയിൽ പുള്ളി ഹലോ, 482155 അല്ലേ? അതെ. വിക്രമ മോലാളി ഉണ്ടോ? യെസ്, സ്പീക്കിംഗ്. മോലാളി, ഞാൻ കേരളത്തിൽ നിന്ന് വരുവാ. മോലാളി, കേരളത്തിൽ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി നന്നാക്കാൻ കൊടുത്തില്ലേ? ഒരു സ്റ്റാൻഡേർഡ് 2000. കൊച്ചുണ്ണി ആശാന്റെ വർക്ക്ഷോപ്പില്. ഞാൻ ആ വണ്ടിയും കൊണ്ട്. 1 സെക്കൻഡ് പ്ലീസ്. അവനാണെന്നാ തോന്നുന്നത്. പിന്നെ നമ്മുടെ പേരെന്താ? എന്റെ പേര് അല്ലല്ല, കെ തോമസ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയൊരു കശപശ ഉണ്ടായി. ഗ്ലാസ് ഒന്ന് പൊട്ടി. ഇവിടെ ഞാനതൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തു. എന്റെ പൊന്നു മോലാളി, ഞാൻ ആ വണ്ടി എടുക്കാൻ വർക്ക്ഷോപ്പിൽ ചെന്നപ്പം കുറച്ചു പേര് തോക്കുമായിട്ട് വന്ന് എന്നെ ചറപറാന്ന് വെടിവെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ച്. വർക്ക്ഷോപ്പുകാരനെ മോലാളിയെ ഒന്നും കാണാനില്ല. താനിപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? ഞാനിവിടെ ഒരു ടെലിഫോൺ ബൂത്തിന്നാ. മോലാളിയുടെ അഡ്രസ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വരാൻ വഴിയറിയത്തില്ല. അതിനെന്താ, ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞാലേ ഇവിടെ കൊണ്ടുവന്ന് ആക്കും. പ്രശ്നമാണ് മോലാളി. മെനഞ്ഞാന്ന് രാത്രി ഹോട്ടലിൽ വെച്ചൊരു അപകടം ഉണ്ടായി. എന്നെ കൊല്ലാമെന്ന് ഒരുവൻ മനഃപൂർവ്വം തന്നെ കുത്തിച്ചത്തു. അതിനുമുമ്പ് പോലീസ് എന്നെ അന്വേഷിച്ച് നടക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇനി സംശയിക്കണ്ട, ഇത് അവൻ തന്നെ. ബോംബെ പോലും ഇത്ര ബുദ്ധിശാലികളായ കൊലപാതകം ഉണ്ടാവില്ല. ഇവനെ വെറുതെ വിട്ടാൽ നമ്മുടെ വംശവും മുടിച്ചു കളയും. അപ്പോഴേ നിങ്ങളിപ്പോ എവിടെന്നാ സംസാരിക്കുന്നേ? പറഞ്ഞില്ലേ, ഞാൻ ടെലിഫോൺ ബൂത്തിന്നാ. ഏത് ബൂത്ത്? AVM സിനിമാ സ്റ്റുഡിയോ ഇല്ലയോ, അതിനടുത്തുള്ള ഒരു ബൂത്തിന്നാ. നിങ്ങൾ അവിടെ തന്നെ നിന്നോ. ഒന്ന് പോടോ. അല്ല, ഞാനത് ഇവിടെ പറഞ്ഞ അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞ ആ ബൂത്തിനകത്ത് നിന്നു. അതാ നല്ലത്. ഞാൻ പുറത്തോട്ടിറങ്ങിയ ഒന്നുകിൽ പോലീസ് എന്നെ പിടിക്കും, അല്ലെ മറ്റേമാരെ ആൾക്കാർ എന്നെ കൊല്ലും. അയ്യോ, താൻ ഒന്നും പേടിക്കണ്ട. എന്റെ ആൾ ഇപ്പൊ അവിടെ വരും. മുതലാളി ആളെ അയക്കുമ്പം ആ കാശ് കൂടെ ഒന്ന് കൊടുത്തയക്കണേ. അത് കിട്ടിയിട്ട് വേണം നാട്ടിൽ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാനുള്ളതാ. ശരി ശരി, നിങ്ങൾ അവിടെ തന്നെ നിന്നു. ഓക്കെ.
ഹലോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. പോടാ തിരുട്ടുമുണ്ടോ? ഇത് റോങ് നമ്പർ. തിരുട്ടുമുണ്ട് നിന്റെ അപ്പൻ. ഹലോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. No, no, no. This is artist Rajinikanth's residence. May I know who is speaking? Nobody is speaking. Hello, police headquarters. Could I speak to DIG Somashekaran Nair, please? Hello, sir. Nair sir അല്ലേ? Sir, ഞാൻ വിൻസെന്റ് ഡിസൂസിയാണ്. അതെ സർ, എന്റെ നീക്കങ്ങൾ അവന്മാർ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ എന്താ? അടിയെങ്കിൽ അടി, ഇടിയെങ്കിൽ ഇടി, കുത്തെങ്കിൽ കുത്ത്. എല്ലാവരെയും ഒതുക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. പിന്നെ എത്രയോ കൊലക്കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാ ഞാൻ. ഞാൻ കരാട്ടൊക്കെ പഠിച്ചു തീർന്നു. ഇപ്പൊ കുങ്ഫു തുടങ്ങിയിരിക്കുക. நம்ம வழக்கப்படி அவனை கவனிக்கிற. தெரியும்டா, நீ போலீஸா வருவ, திருடனா வருவ, டிரைவரா வருவ. ஐயோ 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 എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ്, എന്റെ അമ്മച്ചാണ്, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. തെറി പറയരുത്. ഇത് അവനടാ, ഫോട്ടോ പാரு. ആൾ മാറിപ്പോச்சு. ഞാൻ പറഞ്ഞ ആമാ ഇവല്ലടാ. யாரா இருந்தா என்ன, அவனை தூக்கி எறிங்கடா. ആളല്ലെന്ന് പറഞ്ഞ പിന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അയ്യോ മാമ്പലം പോണം. എന്റെ കർത്താവേ, ഈ പോലീസ് പണി എനിക്ക് പറ്റിയതല്ലേ? എന്തിനാ ഇവിടെ നിർത്തിയത്? அப்பா அப்பா டிவி அப்படின்னா ஓன் பண்றீ முடியாது. ஓன் பண்றீங்கனாக்கா பார்த்தது போறோம். எப்ப பார்த்தாலும் உங்களுக்கு இதே வேலை தானே. வெளியில போய் காய்கறி வாங்கிட்டு வாங்கோ. என்ன ஆட முடியாது. உன் புருஷன் சம்பூட்ட சொல்ல அனுப்புறா என்ன? என் ஆத்துக்காரர் உங்களுக்கு வேலைக்காரரா என்ன? அவர் விளையாடவா போயிருக்கார்? வேலைக்கு தானே போயிருக்கார். ஆமா ஆமா, பெரிய வேலை. ஏண்டி, நான் கொடுத்த வரதட்சணை காரணத்தானே அவன் வேலைக்கு போயிருக்கான். அப்பா ஒண்ணும் மிரட்டாது. இது என்னுடைய வீடு, என்னுடைய டிவி, என்னுடைய காரு. ஓன் பண்ண. என் நல்ல பல்ல. ஆமா நீங்க வெளியில போய் காய்கறி வாங்கிட்டு வாங்கோ. உங்களுக்கு ஸ்பெஷலா அவியல் பண்ணி தரேன். ஆமா ஆமா, நீ பெரிய ஸ்பெஷல் பண்ற ஆளுதான். நானும் கொஞ்ச நாளா பாத்துன்னு தான் இருக்கிறேன். என்ன ஸ்பெஷல் பண்ணாலும் அந்த சோம்பேறி சம்புதானே சாப்பிடுறேன். போய் வாங்கிட்டு வாங்கப்பா. தலை விதி. பாவம் என் ஆத்துக்காரர் என்ன பண்ணிட்டு இருக்காரோ. ஐயோ
உமக்கு என்ன ஆயிடுத்து வேலைக்கு போட்டு திரும்பி வந்துட்டேள் திடீர்னு என்ன பார்க்கணும்னு தோணுச்சு அப்படியே வந்தாச்சு கார் எங்கே கார் கொஞ்சம் ரிப்பேர் இருக்கு ஒர்க் ஷாப்ல போட்டாச்சு நல்ல நேரம் பார்த்து வந்திருக்கேள் அப்பா வெளியில போயிருக்கார் எதுக்கு காய்கறி வாங்க அமைச்சிருக்கேன் இன்னைக்கு நீங்க எங்கேயும் போக வேண்டாம் எப்ப பார்த்தாலும் வேலைதான் ഞാനോ എൻ മനസ്സ് ശരിയല്ല மனசுக்கு என்ன ஆயிடுத்து என்ன பார்க்க தானே வந்தேள் அப்புறம் என்னாச்சு உங்களுக்கு நீங்க நைட் டியூட்டி போறதே எனக்கு பிடிக்கல ஆம்பளையா பொண்டாட்டினா நைட்ல தானே சந்தோஷம் എനിക്ക് கொஞ்சம் நிம்மதி கொடு கொடுக்க மாட்டேன். தமிழ்நாடு காவல்துறையின் ஒரு முக்கிய அறிவிப்பு. கேரளா ஜெயிலில் இருந்து 2 கைதிகள் தப்பி ஓடி தமிழ்நாட்டில் வந்து ஒரு கொலையும் செய்து தலைமறைவாகி உள்ளனர். பாதிரா தங்கப்பன் என்று அழைக்கப்படும் தங்கப்பன் உங்களுக்கு என்ன ஆயிடுத்து பேசவே மாட்டேங்கிறே உங்களுக்கு என்ன ஆயிடுத்து என் மனசு சரியாயிடுச்சு அகட்டு போகல தொரப்பன் தோமா என்று அழைக்கப்படும் கே தாமஸ். இவர்களை பற்றிய தகவல் தெரிந்தால் அருகில் இருக்கும் காவல் நிலையத்திற்கு தெரிவிக்கும்படி கேட்டுக்கொள்கிறோம்.